സുഹൃത്തുക്കളെ, എല്ലാവർക്കും വള്ളിക്കാടൻ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഞാനിന്നിപ്പോൾ ഇവിടെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഒത്ത് ഒന്ന് നമ്മുടെ ചെമ്പുകളവ് ഭാഗത്തേക്ക് ഒന്ന് ഇറങ്ങിയതാണ്. നല്ല മഴയുണ്ട്. അപ്പോൾ ഞങ്ങൾ ചെമ്പുകടവ് ആർച്ച് പാലത്തിലാണ്, പുതുതായിട്ട് കഴിപ്പിച്ച ആർച്ച് പാലത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. 2018-ലോ 19-ലോ വെള്ളപ്പൊക്കത്തിൽ ഈ പാലമൊക്കെ തകർന്നിരുന്നു. അപ്പോൾ പുതിയ പാലം പണിതാണ്. അതാണ് ഈ ചെമ്പുകടവ് ആർച്ച് പാലം. അതിനുശേഷം ഞങ്ങൾ പിന്നെ നമ്മുടെ പവർ ഹൗസും കൂടി ഒന്ന് കാണാം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ പവർ ഹൗസിലേക്ക് പോയി. പവർ ഹൗസിൻ്റെ മുൻവശമെത്തി ഉള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഒന്നും നമുക്ക് കയറാൻ പറ്റില്ല. കയറാൻ പറ്റുന്നതിന് കുഴപ്പമില്ല, പക്ഷേ ഫോട്ടോയോ വീഡിയോ ഒന്നും എടുക്കാൻ പാടില്ല. അപ്പോൾ ഞങ്ങളതിൻ്റെ ഉള്ളിൽ കയറി അതിൻ്റെ ടർബൈൻ കറങ്ങുന്നതും കാര്യങ്ങളൊക്കെ അവരോട് വിശദീകരിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അതെല്ലാം അവർ പറഞ്ഞു തന്നു. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ഇത് ഒന്നാം ഘട്ട ഘട്ട പവർ ഹൗസാണിത്. അതിൽ മൊത്തം 2.75 മെഗാവാട്ട് വൈദ്യുതിയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് ഒരു മണിക്കൂറിൽ. രണ്ടാം ഘട്ടം താഴെയാണ്. അതിൽ ഏകദേശം 3.25 മെഗാവാട്ട് വൈദ്യുതി രണ്ടാം ഘട്ടത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഈ വൈദ്യുതി കൊണ്ടുപോകുന്നത് തമ്പലമണ്ണ സബ്സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോകുന്നത്. അവിടെ നിന്നാണ് അത് വിതരണത്തിനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ബോർഡൊക്കെ കണ്ടില്ല, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ചെമ്പുകടവ് ഹൈഡൽ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ട് അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈങ്ങാപ്പുഴ ഒക്കെ ഇവിടെ അടുത്ത് വലിയ ദൂരമൊന്നുമില്ല. എന്നാലും ഞങ്ങൾ ആദ്യമായിട്ട് പോവുകയാണ്, ഒന്ന് കാണാം എന്നുള്ള വിചാരത്തിൽ ഞങ്ങൾ പോയതാണ്. അപ്പോൾ അത്യാവശ്യം മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ തൊട്ട് താഴെയാണ് രണ്ടാം ഘട്ട വൈദ്യുതി. പക്ഷേ അങ്ങോട്ട് പോകാൻ ഇപ്പോൾ ഈ മഴയത്ത് പോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞങ്ങൾ തൽക്കാലം അങ്ങോട്ട് പോകുന്നില്ല. ഇങ്ങനെ ഇതിൻ്റെ ഈ മേഖലകളിൽ ഒരുപാട് ജലവൈദ്യുത പദ്ധതികളുണ്ട്. ഉറുമി പദ്ധതിയുണ്ട്, അങ്ങനെ കുറേ പദ്ധതികൾ വേറെ ഉണ്ട്. അവിടെയൊന്നും ഞങ്ങൾ പോയിട്ടില്ല. എന്തായാലും ഇവിടെ വന്ന് കണ്ടതിൽ അതിയായ സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് നമ്മുടെ നാട്ടിലുണ്ടല്ലോ. നമ്മുടെ നാടിനും നാട്ടാർക്കും ഏറെ ഗുണപ്രദമായ ഒരു പദ്ധതിയാണ് ചെമ്പുകടവും ഉറുമി അങ്ങനെയുള്ള പദ്ധതികളൊക്കെ. പാഴായി പോകുന്ന വെള്ളത്തെ ഒരു നിശ്ചിത അളവിൽ ചാടിച്ച് 3 ടർബൈനാണ് ഇപ്പോൾ ഒരു പവർ ഹൗസിലുള്ളത്. അത്യാവശ്യം നല്ല പവറിലാണ് വരുന്നത്. 2.75 മെഗാവാട്ട് വൈദ്യുതിയാണ് ഇപ്പോൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. ഓക്കെ, വീഡിയോ കണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. വീഡിയോ കണ്ട എല്ലാവരോടും നന്ദി കടപ്പാടും അറിയിക്കുന്നു. ഓക്കെ, ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. ഓക്കെ, വള്ളിക്കാടൻ വ്ളോഗ്സിലേക്ക് വീണ്ടും സ്വാഗതം.